ഹലോ ഫ്രണ്ട്സ്. ഞങ്ങൾ യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നതാണെന്നുള്ളത് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ആൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജുകളും അങ്ങനെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് വരിക എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ പല ടോപ്പിക്കുകളെ പറ്റിയും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കെല്ലാം ഒറ്റ വീഡിയോസിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കെയർ വിസേനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ചേട്ടാ കെയർ വിസ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ ഓസ്ട്രേലിയയിലേക്ക്, അതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഇപ്പോൾ യു കെയിലേക്ക് കെയർ വിസ സ്റ്റോപ്പ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ പിന്നെയുള്ളൊരു ചാൻസ് ഓസ്ട്രേലിയയാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് വരാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോ ആയിട്ടൊന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവുണ്ടാവുമല്ലോ. പിന്നെ ഇത് അഡ്വൈസ് ഒന്നുമല്ല. ഞാനിവിടെ കെയർ വിസയിൽ വന്നവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കെയർ വിസ ആയിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ യു കെയിലേക്ക് പോയിരുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇവിടെ നമുക്ക് ഒരു ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് വേണം. അതായത് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്തതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മസ്റ്റായിട്ടും വേണം. അതായത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു നഴ്സായിരിക്കണം, അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ കെയർ സർട്ടിഫിക്കറ്റ് 3, അറ്റ്ലീസ്റ്റ് കെയർ സർട്ടിഫിക്കറ്റ് 3 എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഇന്ത്യയിൽ കെയർ സർട്ടിഫിക്കറ്റ് 3 ചെയ്യുന്ന കോഴ്സുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കെയർ സർട്ടിഫിക്കറ്റ് 3 വേണം ഒരു കെയറായിട്ട് അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ചില നഴ്സിംഗ് ഹോംമാർ നമ്മുടെ നഴ്സിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഓക്കെയാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്നിട്ടാണെങ്കിൽ പോലും അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സ്കിൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. ഏത് ജോബ് ആയിക്കോട്ടെ, അത് കമ്പ്യൂട്ടർ ഫീൽഡ്, IT ഫീൽഡ് ആയിക്കോട്ടെ, നഴ്സുമാരുടെ ആയിക്കോട്ടെ, ഏത് ടീച്ചർമാരുടെ ആയിക്കോട്ടെ, ഏത് ഫീൽഡ് ആയാലും ഇവിടെ സ്കിൽ അസസ്മെൻ്റ് ഉണ്ട്. ഈ സ്കിൽ അസസ്മെൻ്റ് എന്ന് പറയണ അവർ അസസ് ചെയ്ത് നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ എല്ലാ സംഭവങ്ങളും അവർ അസസ് ചെയ്ത് വെരിഫൈ ചെയ്ത്, കാരണം ഒരുപാട് ഫേക്ക് ഒക്കെ വെക്കണ കാരണം അതൊക്കെ വെരിഫൈ ചെയ്ത് അവർ നമ്മൾ എക്സ്പീരിയൻസ് വെക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവർ ഇമെയിൽ അയക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ റെഫറൻസ് ലെറ്റർ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് അവർ നമുക്കൊരു ലെറ്റർ തരാണ്. നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെറ്റർ തരും. ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. രണ്ടാമത്തത് നമ്മൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം. ഈ സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് പിന്നെ നമുക്ക് ജോബിനായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ജോബിനായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ മിക്കപ്പോഴും അവർ എംപ്ലോയീസ് സ്കിൽ അസസ്മെൻറ്റ് ചോദിക്കും. അപ്പോൾ സ്കിൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ലിങ്കും എങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഒരു DM ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അയച്ചു തരാം ഏതാണ് കെയർ വിസയുടെ ഇത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഏജൻസിനൊന്നും നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് വെക്കാം. പക്ഷേ സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നോ വിസ കിട്ടണമെന്നോ യാതൊരു ഉറപ്പില്ല. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഈ സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം. അത് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നൊന്നുമില്ല. അതിലവർ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണോ, നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ എലിജിബിൾ ആകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണത്. പക്ഷെ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം നമ്മുടെ അടുത്ത കടമ എന്ന് വെച്ചാൽ നമുക്ക് ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജോബ് കണ്ടുപിടിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ ഒരുപാട് ജോബ് സൈറ്റുകളുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു സിറ്റി എടുക്കുക. ഇത് നല്ല പണിയാണ്. ഇപ്പോൾ നല്ല പണിയാണ്. നിങ്ങൾ സിറ്റി എടുക്കുക, ഓസ്ട്രേലിയ മാപ്പ് എടുക്കുക, എന്നിട്ട് ഒരു സിറ്റികൾ എടുത്തിട്ട് ആ സിറ്റികളിൽ നഴ്സിംഗ് ഹോംസ് അടിച്ചു കൊടുക്കുക. നഴ്സിംഗ് ഹോം അടിച്ചു കൊടുത്തിട്ട് അവിടെ കാണാൻ നഴ്സിംഗ് ഹോമുകളുടെ വെബ്സൈറ്റിൽ കയറാം. വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ കരിയർ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ അപേക്ഷിക്കുക. അപ്പോൾ അതിൽ അവർ മിക്കവാറും പേഴ്സണൽ കെയർ സപ്പോർട്ട് വർക്കറെന്നോ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ഡിസേബിലിറ്റി വർക്കറെന്നോ ഒക്കെ ആയിരിക്കും ഈ ജോബിൻ്റെ പേര് കിടക്കണ്ടാവുക. അപ്പം നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ജോബിന് അപേക്ഷിക്കുക. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് സെക്ഷൻ കാണും. അപ്പോൾ അതിൽ അവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും നഴ്സുമാരായിരിക്കും സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ കെയർമാരുടെ കേസ് ഒന്നും അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ അവർക്കൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം. അതിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ളതുണ്ടാവും. ഒരു മെസ്സേജിന്റെ കേസ് ഉള്ളത് പറഞ്ഞാൽ നമ്മളായിട്ട് ചെയ്യണം. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്യുക, പേഴ്സണൽ മെസ്സേജ് ചെയ്യുക, ഞങ്ങളിങ്ങനെ ഞാൻ നഴ്സാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഞങ്ങളെ ഇങ്ങനെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ നിന്ന് അവർ ചിലപ്പോൾ റിപ്ലൈ തരും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഫണ്ടൊന്നും തരില്ല, നിങ്ങൾ എടുക്കേണ്ടവരല്ല ഫണ്ട് എന്നൊക്കെ അവർ ചിലപ്പോൾ റിപ്ലൈ ചെയ്യും. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളത് ഓക്കെ പറയാം. മിക്ക എംപ്ലോയേഴ്സും ഫണ്ട് എടുക്കില്ല, നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് കെയർമാർ വരണുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെയർമാരൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും ആളുകളും ഈ പറഞ്ഞ പോലെ ഫിലിപ്പീൻസും അതുപോലെ അല്ലെങ്കിൽ വിയറ്റ്നാമീസിൽ നിന്നൊക്കെയാണ് ഇവർ കൂടുതലും ആളുകൾക്ക് വിസ കൊടുക്കുന്നത്. ഇവർ ഓരോ രാജ്യത്തിനും ഹോം അഫയേഴ്സ് എവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കണത് ഇവിടെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, കൂടുതലും ഇന്ത്യക്കാരല്ല ഇങ്ങനത്തെ വിസകളിൽ കൂടുതൽ വരണേ. ഈ വിയറ്റ്നാമീസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിലിപ്പീൻസുകാരൊക്കെയാണ് ഇങ്ങനത്തെ ജോബുകൾക്ക് കൂടുതലും കയറി വരുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, കാരണം എവിടെയും ഇന്ത്യക്കാർക്ക് ഈ ജോബ് വിസ കിട്ടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കില്ല എന്നോ കെയർ വിസയിൽ വരാൻ പറ്റില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പക്ഷെ അങ്ങനെ ആൾക്കാർ കയറി വരുന്നത് നമ്മൾ കാണുന്നില്ല. ഇവിടെയുള്ള ഞാൻ മലയാളികളോട് കെയർ വിസയിലുള്ളവരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവരാണ്. അതായത് സ്റ്റുഡൻറ് വിസയിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ഈ വിസയിലേക്ക് മാറിയ ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ആൾക്കാർക്ക്
അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങളൊരു ഡയറക്റ്റ് ഒരു ജോബിന് അപേക്ഷിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സ്കിൽ അസസ്മെന്റ് വെക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ വരാൻ പറ്റില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്കാണ് ഓസ്ട്രേലിയയിലേക്ക് കെയർ വിസയിൽ വരാൻ പറ്റുള്ളൂ. അതുപോലെ വർക്ക് വിസകൾ കെയർമാരെ സ്പോൺസർ ചെയ്യണം. നഴ്സിംഗ് ഹോം എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തിട്ട് എനിക്കൊന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിസ്റ്റ് തരാം. എനിക്കറിയണത് ഇവിടെ ഒരുപാട് കൊടുക്കണുണ്ടാവും. പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള 2-3 കമ്പനികളുടെ പേര്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ അവരോട് എൻക്വയറി ചോദിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ ഇത് അവരിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഇതുപോലെ ഏജൻസികൾക്ക് കൊണ്ടൊന്നും പൈസ കൊടുക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഞാനൊരു ഏജന്റ് അല്ല. അപ്പോൾ ഞാനും ഇതുപോലെ പൈസ വാങ്ങിക്കണ ഒരു സംഭവം, എനിക്ക് ജോലി ശരിയാക്കി കൊടുക്കുന്ന പരിപാടികൾ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് കാണാം. ഞാനൊരു ഏജന്റ് അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും പറയണം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക കാര്യങ്ങളൊക്കെ. എനിക്ക് അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമാണ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നല്ലൊരു CV ഉണ്ടാക്കുക. ഈ പറഞ്ഞ പോലെ ഇവിടെ CV മിക്കവാറും എല്ലാം CVകളും ഇവർ നോക്കണത് ഒരു കമ്പ്യൂട്ടറൈസ് മോണിറ്ററിംഗ് സിസ്റ്റത്തിലായിരിക്കും. നല്ല കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് അതിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ജോബിന് അപേക്ഷിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവരുടെ വെബ്സൈറ്റിൽ കയറി ഉണ്ടാവും. അപ്പോൾ ആ കീവേഡ്സൊക്കെ CV ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ CV ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് വെക്കുക. അപ്പോൾ ജോലി കിട്ടാൻ കുറച്ചും കൂടി ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ എല്ലാവരും പറയണൊരു മെയിൻ ഇതാണ് എക്സ്പീരിയൻസ് പറയുമ്പോൾ, ഞങ്ങൾ പണ്ട് നാട്ടിലെ ഞങ്ങളുടെ അപ്പൂപ്പന്മാരെ ഞങ്ങളാണ് നോക്കിയിരുന്നത്, അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് എന്നൊക്കെ തള്ളി മറിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഹോസ്റ്റലിൽ നടക്കില്ല. യുകെയിലേക്ക് വെക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് ചിലപ്പോൾ ജോലി കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ പ്രോപ്പറായിട്ട് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. UK ഈ പറഞ്ഞ പോലെ എനിക്കറിയാം, നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് കെയർ വിസയിലൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നടക്കില്ല. ഇവിടെ ക്വാളിഫിക്കേഷൻ ഈ ഹെൽത്ത് സെക്ടറിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്തായാലും ഇവിടെ മസ്റ്റായിട്ടും വേണം. മിക്കവാറും നിങ്ങളിപ്പോൾ ഒരു നഴ്സായാൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ മിക്കവാറും ഈ കെയർ സർട്ടിഫിക്കറ്റ് 3 എന്ന് പറഞ്ഞ കോഴ്സും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർ പറയും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കോഴ്സ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങളും അത് ചെയ്യാൻ തയ്യാറാവണം. ആ കോഴ്സ് ഇവിടെ ചെയ്യാൻ ചെറിയൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു $10,000-3,000 അടുത്ത് ഇവിടെ ഫീസ് വരും. ചിലപ്പോൾ ആ കമ്പനിക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ആ കോഴ്സ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏജൻസിക്കാർക്കൊന്നും കൊണ്ട് പൈസ കൊടുക്കേണ്ട. ഓസ്ട്രേലിയയിലേക്ക് കെയർ വിസ തരാമെന്നൊക്കെ പറഞ്ഞ് കാരണം ഏജൻസിക്കാരുടെ അടുത്തൊന്നും പൈസ കൊടുക്കരുത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വന്ന് ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ഒരു ഓഫർ ലെറ്റർ ആ കമ്പനിക്കാർ തന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വിസയ്ക്ക് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജന്റിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതിനൊക്കെ നിസ്സാര പൈസയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അങ്ങനെ സഹായിക്കുന്ന ഏജന്റുമാർ ഒരുപാടുണ്ട്. അപ്പോൾ അതും മാറ എന്ന് പറയുന്ന ഏജന്റുമാർക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്. അപ്പോൾ അവർക്കാണ് ഈ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചും കൂടി കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാം. ഞാനത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കെയർ വിസേനെ പറ്റി ചോദിക്കുന്നതുകൊണ്ടാണ്, ഓസ്ട്രേലിയയിലേക്കുള്ള കെയർ വിസേനെ പറ്റി ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുക, എവിടെയും ഇന്ത്യയിൽ നിന്നുള്ള വിസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത്രയും കടമ്പകൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ട് ജോബിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര പാടാണ് ജോബ് കണ്ടെത്താന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല, നല്ല പാടാണ് ജോലി കണ്ടെത്താൻ. അപ്പോൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു ചാനലാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.